Auditorium, 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 auditorium. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ബദർ അത് ജീവിതത്തിന്റെ ഒരു പാഠപുസ്തകമാണ്. അംഗബലം കൊണ്ട് വിശ്വാസത്തെ ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്നതിന്റെ ഒരു തെളിവ് കൂടിയുമാണ് ബദർ. ഇസ്ലാമിൽ ബദറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചരിത്രവും ഇന്നില്ല. അതുകൊണ്ട് ബദറിന്റെ ചില മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഷാമിൽ നിന്നും കച്ചവടം കഴിഞ്ഞു വരുന്നുണ്ടെന്നറിഞ്ഞ അബൂ സുഫിയാനും കൂട്ടരും കച്ചവടം കഴിഞ്ഞു വരുന്നുണ്ടെന്നറിഞ്ഞ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമ്പത്തും സ്വത്തിനെയും തിരിച്ചു വാങ്ങാൻ വേണ്ടി ബദറിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ ദീർഘമായ യാത്രക്കിടയിൽ അവർക്കൊരു വിശ്രമം അനിവാര്യമായി വരികയാണ്. ആ സമയത്ത് മദീനയോട് അടുത്തുള്ള ധൂബന്ത് എന്ന സ്ഥലത്ത് അവര് ചെറിയ ടെന്റ് കെട്ടി അവിടെ വിശ്രമത്തിനൊരുങ്ങുകയാണ്. ഈ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സുഹൃത്തുമായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരും കൂടി ഒരു ചെറിയ അന്വേഷണത്തിന് വേണ്ടി ആ ധൂബന്തിന്റെ ഓരങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ സുവന നബിയുമതികുമടങ്ങി എങ്കെത്തി വസിത്താരോ ചെണ്ണം പോയി ചുറ്റിട ഫിറക്കഥയറിവായി ഫിറഫിടുത്താരോ സുവന നബിയുമതികുമടങ്ങി എങ്കെത്തി വസിത്താരോ ചെണ്ണം പോയി ചുറ്റിട ഫിറക്കഥയറിവായി ഫിറഫിടുത്താരോ സുബൈറും സഅദും ബിഹൈദറും കൂടെയുടർത്തങ്ങ് പോണാരോ ത്വരിക്കിൽ തോണ്ടി പിടർക്കൊരു രണ്ടു വടുവരെ കണ്ടുപിടുത്താരോ ഹബീബ് തങ്ങളും അവിടുത്തെ സുഹൃത്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ച് ടെന്റിലേക്ക് വരികയാണ്. പക്ഷെ അവർ സംതൃപ്തരല്ല. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ അനുചരന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരോട് പറയുകയാണ്, ഒരു 3 പേര് വലിയ അന്വേഷണത്തിന് പോകേണ്ടതുണ്ട്. അപ്പോഴേക്ക് സ്വഹാബാക്കളുടെ ഇടയിൽ വാക്കുതർക്കമായി. അതിൽ ഒരാൾ ഞാനായിരിക്കണം, മറ്റേ ആൾ ഞാനായിരിക്കണം, മറ്റൊരാൾ ഞാനായിരിക്കണം എന്നുള്ള വാക്ക് തർക്കമായി. ഈ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ 3 പേരെ പ്രഖ്യാപിക്കുകയാണ്. ആരായിരിക്കും? ഒന്ന് ധീരരായ അലിയാർ തങ്ങളും മറ്റ് 2 പേര് സഹർ സുഹൈർ റളിയല്ലാഹു അൻഹുമാണ്. അങ്ങനെ ഇവരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇവരൊരു ഒട്ടകപ്പുറത്തിന്റെ മുകളിൽ കയറ്റിക്കൊണ്ട് ഇവരെ യാത്രയാക്കുകയാണ്. യാത്രയാക്കിയതിനു ശേഷം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരുചര്യ പോലെ ആരാധനയിലേക്ക് മുഴുകുകയായിരുന്നു. ഫിടുത്ത് മടങ്ങി വന്നടുത്ത പൊള്ളുതട്ടെടുക്കും തെളുത്ത പള്ളിയിലായി ഫിരിശന്റെ വിസലം ഫിരയിലതിൽ മുന്നേ അരികിൽ വരുവരെ മൊഴികളാൽ ഒടുവിൽ ഉമയറെ ഉടനെ കുറശികൾ ഇടയിൽ ജനം വെക്കുന്നവർകളാൽ നാവിന്റെ മൊഴി കുറച്ചെവിയിൽ അവർ തത്ത കവിടം മൊഴി പൊട്ടുന്നവർകളാൽ അവരെ യാത്രയാക്കിയതിനു ശേഷം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധനയിലേക്ക് മുഴുകി. അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ അവരിങ്ങനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും ഖുറൈശികളുടെ തലവൻ? അവർ എത്ര പേരുണ്ടായിരിക്കും? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലിയാർ തങ്ങളാണ് ആ കാഴ്ച കാണുന്നത്. അവിടെ ധൂബന്തിനോട് ചേർന്ന് കൊണ്ടുള്ള ഒരു കിണറ്റിൽ നിന്ന് പാത്തും പതുങ്ങിയും ഒച്ച വെക്കാതെ ആരും കാണാതെ കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരുകയാണ്.
ഈ ഒരു സമയത്ത് അലിയാർ തങ്ങള് അപ്പുറത്തവനെ തോണ്ടിക്കൊണ്ട് ചോദിച്ചു, അത് നമ്മുടെ കൂടെയുള്ളവരല്ലല്ലോ. ഉടനടി മറുപടി പറയുന്നു, അത് നമ്മുടെ കൂടെയുള്ളവരല്ല. ഈ ഒരു സമയത്ത് അലിയാർ തങ്ങളും സഹർ സുഹൈർ റളിയല്ലാഹു അൻഹു ഇവരെ വകവരുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയെ അലിയാർ തങ്ങൾ എടുത്തു ചാടുകയാണ്. അതിലൊരാളെ വലിഞ്ഞു മുറുക്കുന്നു. മറ്റൊരുത്തൻ ഓടി രക്ഷപ്പെടാനിരിക്കെ സഹർ സുഹൈർ റളിയല്ലാഹു അൻഹു അവരെയും ഒരുമിച്ച് അവരെ പിടികൂടിക്കൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്വഹാബാക്കൾ നോക്കിയിരിക്കുമ്പോൾ രണ്ടുപേരും അലിയാർ തങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, യുദ്ധം വിജയിച്ചിട്ടുണ്ട്. കാരണം യുദ്ധമുഖത്തേക്ക് നമ്മിൽ നിന്ന് പോയത് ധീരരാണ്. അവർ പോയാൽ യുദ്ധം ഉറപ്പായും വിജയിക്കും. അങ്ങനെ അലിയാർ തങ്ങളും അതുപോലെ തന്നെ സഹർ സുഹൈർ റളിയല്ലാഹു അൻഹു ടെന്നിലേക്ക് തിരിച്ചു വരികയാണ്. വന്നതിനു ശേഷം അവരോട് വിശ്രമത്തിന് ആവശ്യമാവുകയും ചെയ്തു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലേക്ക് പോയി. നിസ്കാരത്തിലേക്ക് പോയതിനു ശേഷം സഹാബികൾ ആ അടിമകളുടെ അടുത്ത് വന്ന് അടിമകളെ ബന്ദികളാക്കുകയാണ്. ആ ബന്ദികളെ ചുറ്റും കൂടിയിരുന്നിട്ട് ബന്ദികളോട് ചോദിക്കുകയാണ്, അടിക്കാൻ സ്വഹബക്കൾ പിടുക്കുവതില്ല ബസെടുത്ത് നബി വീട്ടിലിരുസലാം അത് കൊൾവിലക്കി പിൻ കഥകൾ സ്വഹബക്കൾ ഇത് കൊണ്ടുവർക്കുന്നവർകളാൻ ഇത് കൊണ്ടുറുക്കുവവർകളാം നടുക്കൊൻ ഫലികളെ നടുക്കൊന്നൊരു ശാൻ കുടുക്കുല്ലുകുപതിൽ പടികളാൻ പുകവും പലർതന്ത് മുഖമായി തിരിപ്പിൽ സകല ഗുണമുള്ളൊരരുളലാ സകല ഗുണമുള്ളൊരരുളലാ. അങ്ങനെ സ്വഹാബാക്കൾ ചുറ്റും കൂടിയിരുന്നിട്ട് അവരോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം ചോദിക്കുന്നതിന് ഇടയിൽ ഒരു സഹാബി മറ്റുള്ള സഹാബിമാരെ വകവെച്ചുകൊണ്ട് ആ രണ്ട് ബന്ദികൾക്ക് മുമ്പിൽ ഹാജരാവുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ആ ഖുറൈശി അടിമകൾ പേടിച്ച് വിറച്ചുകൊണ്ടവർ മറുപടി പറയുകയാണ്, ഞങ്ങൾ ഖുറൈശികളുടെ അടിമകളാണ്. അവർക്ക് വെള്ളം കോരാൻ വേണ്ടി വന്നവരാണ്. ഈ സമയത്ത് ആ ഒരു സഹാബി കരളത്തൊന്ന് കൊടുക്കുകയാണ്. അവരോട് പിന്നെയും ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? രണ്ടാമതും കരളത്ത് അടിക്കാനിരിക്കവേ അടിക്കാനിരിക്കവേ അവരോട് നിർത്തു എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആ ഒരു ബന്ദികൾക്ക് നേരെ കടന്നു വരികയാണ്. ആ രണ്ട് ബന്ദികൾ ആരാണ് വരുന്നതെന്നറിയാതെ ശങ്കിച്ചു നിൽക്കുകയാണ്. നബിയുള്ള പിണ്ടിട്ടേ ഹാബിന്നു ഇഖ്റാജയുള്ളോരെ അഖ്ബാഫത്ത് ശുജഹികളേതെല്ലാമുണ്ട് ഹക്കോദിടുവീ എണ്ടും നബിയുള്ള ഇണ്ട് തീഹാബിന്ന് ഇഖ്റാജയുള്ളോരെ അഖ്വാഫത്ത് ശുജഹികളേതെല്ലാമുണ്ട് ഹക്കോദിടുവീ എണ്ടൻ ജഹൽ താമോ ഉണ്ടൻ ഊമേറും ഫി ജിബ്രനാം ജാബിറും അബുൽ ഹുസൈനും ഇത് പഠിക്കേ മക്കാരായുള്ള നാമക്കാരും. അവർ പറഞ്ഞത് സത്യമാണ്. അവർ ഖുറൈശികളുടെ അടിമകളാണ്. അവർക്ക് വെള്ളം കോരാൻ വേണ്ടി വന്നവരാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബികളെല്ലാവരും മാറി നിന്ന് കൊടുക്കുകയാണ്. ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്ന കാഴ്ച ഹബീബായ തങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു പോവുകയാണ്. ഉടനടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, ആരാണ് ഇവരെ കെട്ടിയിട്ടിരിക്കുന്നത്? ആ ചോദ്യം കേട്ട ഉടനെ ഒരു സ്വഹാബി പിറകിലൂടെ പോയി ആ കെട്ടയിച്ചു വിടുകയാണ്. അങ്ങനെ ആ കെട്ടയിച്ചു വിട്ട ഉടനെ അവരോട് ചോദിക്കുന്നു,
തെറ്റ് ചെയ്തവരാണെന്ന് വിചാരിച്ച് ഇങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല. അവരോട് കാരണങ്ങൾ ചോദിച്ചറിയണം. അങ്ങനെ ബന്ദികൾ കെട്ടിയിട്ടിരിക്കുന്നതിന് ശേഷം അവരോട് അയച്ചു വിട്ടതിന് ശേഷം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? സത്യമാണെങ്കിൽ നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രരാണ്. പിന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചതിന് ശേഷം അവർ രണ്ടുപേരും ചിന്തിക്കുകയാണ്, ഇതാണോ നമുക്ക് ഖുറൈശികൾ പറഞ്ഞു തന്ന മുഹമ്മദ്? ഈ ഒരു രംഗത്തെ മോഹിൻകുട്ടി വൈദ്യൻ എത്ര മനോഹരമായിട്ട് രചിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവരോട് ചോദിക്കുകയാണ്, ആരൊക്കെയാണുള്ളത്? അവർക്ക് ഈ ചോദ്യം മനസ്സിലാകുന്നില്ല. പിന്നെ ഒന്നുകൂടി ചോദിക്കുന്നു, നിങ്ങളെ പറഞ്ഞയച്ചതിൽ ആരൊക്കെയാണുള്ളത്? ആ ഖുറൈശി അടിമകൾ അവരോട് മറുപടിയായിട്ട് പറയുന്നു, അതിന് മുഹമ്മദ്, ഉത്ബത്തും ഷൈബത്തും വലീദും അടങ്ങിയ വലിയ സഖ്യമാണ് മുഹമ്മദ്. അവരെ വകവരുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മുഹമ്മദ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറയുന്നു. പിന്നെയും ചോദിക്കുന്നു, പിന്നെയും ചോദിക്കുന്നു, ആരൊക്കെയാണ് അവർ? പിന്നെയും മറുപടി പറയുന്നു, അവർ ഉത്ബത്തും ഷൈബത്തും വലീദും അടങ്ങിയ വലിയ സഖ്യമാണ് മുഹമ്മദ്. അവരെ നിങ്ങൾക്ക് വകവരുത്താൻ സാധിക്കില്ല നബിയെ എന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങളോട് അവർ ഒരു പ്രാവശ്യം കൂടി മറുപടി പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഉണ്ടവരെല്ലാരും ചണ്ടൻ മീനന്തോരാൻ ഉങ്കളിൽ ഹാരിയും ഇങ്കയി പോയി യമമൊളിയൊക്കെയോ പോയി അല്ല അക്കദമ എണ്ടും നബിയുള്ള ഇണ്ട് തീഹാബിന്നെ ഇഹ്റാജായുള്ളോരെ അഹ്ബാഫാത്ത് ശുചഹികളേതെല്ലാം ഉണ്ട് ഹക്കോലിടുവീ. പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത് ഒരു വലിയൊരു സന്ദേശമാണ്. ബദറിനെയും ബദരീങ്ങളെയും പ്രകീർത്തിക്കുന്ന ഈ മജ്ലിസില് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ആ വലിയൊരു സന്തോഷത്തെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഏതാണ് ആ സന്ദർഭം? യുദ്ധമുഖത്ത് കിട്ടിയവനെ അറുകൊല ചെയ്യുന്ന ആ ഒരു സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? എങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം. ആ അടിമകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ ഒരു അവസരം, ആ ഒരു സന്ദർഭം ഹൃദയഹാനിയായിരുന്നു. ഇല്ല, ബദറും ബദരീങ്ങളും പറഞ്ഞ് ഇവിടെ തീർക്കാൻ സാധ്യമല്ല. ഒരു തുച്ഛമായ സമയം കൊണ്ടും ആ ബദരിനെയും ബദരീങ്ങളെയും പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ ഞങ്ങളെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.